സൂപ്പർ പ്രൈവറ്റ് ചർച്ച തുടരുന്നു. ശ്രീ എം ഗീതാനന്ദൻ, ഇവിടെ ഈ പശ്ചിമഘട്ട മേഖലയുമായി ബന്ധപ്പെട്ട നല്ല മൂലധന താല്പര്യം പ്രവർത്തിക്കുന്നില്ലേ? അവിടെ ഈ ക്വാറി മാഫിയ, ഖനി മാഫിയ, ഭൂമാഫിയ ഇവയൊക്കെ വളരെ പ്രബലമായ സ്വാധീനം ചെലുത്താൻ കാത്തു നിൽക്കുന്ന സാഹചര്യമില്ലേ? അവിടെയാണ് ഈ പറയുന്ന പശ്ചിമഘട്ടത്തിലും അതിൻ്റെ ബഫർ സോണിലുമാണ് ഈ മാവോയിസ്റ്റ് സാന്നിധ്യമുള്ളത്. അപ്പോൾ അതൊരു വലിയ തലവേദനയാണ് ആർക്ക്? ഈ പറയുന്ന തരം മൂലധന ശക്തികൾക്ക്. അവരുടെ പിടിച്ചെടുക്കലാണ് ഭീകരം. ഇന്നിപ്പോൾ ഈ പോലീസ് ആസ്ഥാനത്ത് നിറക്കിയിരിക്കുന്ന വാർത്താക്കുറിപ്പിൽ പറയുന്നത് പണം പിടിച്ചു വാങ്ങുന്നു, പൊതുസ്വത്ത് തന്നെ അപഹരിക്കുകയാണിവർ. ആ ഭാഗം കാണുന്നില്ല. പിന്നെ ഭക്ഷണം പിടിച്ചു വാങ്ങുന്നു, വരും തലമുറയ്ക്കുള്ള ആഹാരം വരെ കൊള്ളയടിക്കപ്പെടുകയാണ് ഈ മാഫിയകളുടെ പ്രവർത്തനത്തിലൂടെ. അതിനെപ്പറ്റിയും ഈ സർക്കാരിനും പോലീസ് സംവിധാനത്തിനും ഒന്നും ആശങ്കയില്ല. പോലീസ് സംവിധാനം പറയുന്നത് പിന്നെ ആരെപ്പറ്റിയാണ്? ധാരാളം പരാതികൾ വരുന്നു. നാട്ടുകാരും തൊഴിലാളികളും കച്ചവടക്കാരും ഒക്കെ സർക്കാരിനും പോലീസിനും പരാതി നൽകുന്നു. രാത്രി വീടുകളിൽ മുട്ടിവിളിച്ച് ഭീഷണിപ്പെടുത്തുന്നു, പണവും ഭക്ഷണവും ചോദിച്ചു വാങ്ങുന്നു. പിന്നെ അങ്ങയുടെ അറിവിലേക്കായി അങ്ങ് പ്രവർത്തിക്കുന്ന ഒരു മേഖലയുടെ കാര്യം കൂടി പറയുന്നതുകൊണ്ട്, നൂറ്റാണ്ടുകളായി വനത്തിൽ താമസിക്കുന്ന പട്ടികവർഗ വിഭാഗങ്ങളെ ഭീഷണിപ്പെടുത്തുന്ന സ്ഥിതിവിശേഷവും പോലീസ് ഗൗരവമായി പരിഗണിച്ചു. സാർ, ഈ പറയുന്ന ആദിവാസി ഗോത്ര വിഭാഗങ്ങളെ പറ്റിയും അവരനുഭവിക്കുന്ന മാവോയിസ്റ്റ് ഭീഷണിയെപ്പറ്റിയും എത്ര ഗൗരവത്തോടെയാണ് ഈ പോലീസ് കാണുന്നത് എന്ന് അങ്ങ് ഇനിയെങ്കിലും ശ്രദ്ധയിൽ കൊണ്ടുവരേണ്ടതുണ്ട്. ഇവിടെ ഈ പറയുന്ന ആദിവാസികൾ നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണി മാവോയിസ്റ്റുകളുടേതാണോ സാർ? ഇവിടെ വനാവകാശ നിയമം നടപ്പാക്കപ്പെട്ടിട്ടുണ്ടോ? ഭൂവിതരണം സാധ്യമായിട്ടുണ്ടോ? ഇവർ വന്ന് ഈ രാത്രികളിൽ മുട്ടിവിളിച്ച് ഭക്ഷണം ചോദിക്കുക, ഈ പറയുന്ന ലഘുലേഖകൾ വിതരണം ചെയ്യുക, ഇതാണോ സ്വൈരജീവിതത്തിന് തടസ്സമുണ്ടാക്കുന്നത്? ഇതാണോ തണ്ടർ ബോൾട്ട് പോലൊരു വലിയ സന്നാഹത്തെ കൊണ്ട് ഇല്ലാതാക്കേണ്ടത് കേരളത്തിൽ? കേരളത്തിലെ ആദിവാസി മേഖലകളിൽ മാവോയിസ്റ്റ് സാന്നിധ്യമുണ്ട് എന്നതിൻ്റെ പേരിൽ യഥാർത്ഥത്തിൽ തണ്ടർ ബോൾട്ട് അല്ലെങ്കിൽ പോലീസ് സേന പലപ്പോഴും അതിൻ്റെ പേരിൽ ഭരണകൂടം, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഉൾപ്പെടെ ആദിവാസികളുടെ സ്വൈരജീവിതത്തിനും അവരുടെ ഇടയിലേക്ക് പൊതുപ്രവർത്തകർ, സാമൂഹ്യ പ്രവർത്തകർ, ആദിവാസി പ്രവർത്തകർ കടന്നതിൽ നിന്നുൾപ്പെടെ വളരെ കർക്കശമായ പ്രതിരോധം ഭരണകൂടം ഇപ്പോൾ അടുത്ത കാലത്ത് ഏർപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അട്ടപ്പാടിയിൽ, ഞാനിപ്പം നിലമ്പൂരിൽ നിന്ന് വരികയാണ്. നിലമ്പൂരിലും തന്നെ ആദിവാസി പ്രവർത്തകർക്ക് ആദിവാസി ഊരുകളിൽ കടന്നു ചെല്ലാൻ പറ്റില്ല. കാരണം നിലമ്പൂർ മേഖലയിൽ മാവോ സാന്നിധ്യമുണ്ട് എന്നുള്ളതിൻ്റെ ഒരു മറവിൽ ആ മേഖലയിലേക്ക് പൊതുപ്രവർത്തകർ, സാമൂഹ്യ പ്രവർത്തകർ, പത്രപ്രവർത്തകർ, ആദിവാസി പ്രവർത്തകർ, ആ നാട്ടിൽ ജനിച്ചു വളർന്ന ഒരു ആദിവാസിക്ക് അവൻ്റെ ഊരിൽ നിന്ന് വേറൊരു ഊരിലേക്ക് പോകാൻ പറ്റാത്ത സ്ഥിതി ഈ പറയുന്ന പോലീസ് സംവിധാനത്തിനെ ഭയപ്പെട്ടിട്ട് വനം വകുപ്പ് ഉൾപ്പെടെയുള്ള ആളുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. ഇതൊരൊറ്റപ്പെട്ട സംഭവമല്ല. കേരളത്തിൻ്റെ പല വനമേഖലകളിലും ആദിവാസികളെ അടിമകളാക്കി ഒരു ഇരുമ്പ് മറക്കകത്ത് ഒതുക്കി നിർത്താനുള്ള ഒരു അവസരമായാണ് മാവോ സാന്നിധ്യത്തിൻ്റെ പേരിൽ കേരളത്തിൽ പോലീസ്, ഭരണാധികാരികൾ, വനം വകുപ്പ് ഉൾപ്പെടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. താങ്കളോട് സൂചിപ്പിച്ചതുപോലെ തന്നെ വനം വകുപ്പ് എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് അറിയാം. മാവോ സാന്നിധ്യത്തിനൊരു രാഷ്ട്രീയ പരിഹാരമാണ് അവർ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആദിവാസികളുടെ ക്ഷേമ പ്രവർത്തനത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തി അവരുടെ പൊതുധാരയിൽ കൊണ്ടുവരാൻ, അവർക്ക് വന ഉൽപ്പന്നങ്ങളിലും വനവിഭവങ്ങളിലും അവരുടെ സമ്പത്തിലുമുള്ള അധികാരികളാക്കി മാറ്റണം. അങ്ങനെ അവരുടെ ദാരിദ്ര്യപരമായ ജീവിതത്തിനൊരു മാറ്റം വരുത്തുകയാണെങ്കിൽ മാത്രമേ ഈ മേഖലയിൽ ഏതെങ്കിലും സംഘർഷഭരിതമാക്കാൻ മാവോയിസ്റ്റുകൾക്ക് കഴിയാതാക്കുകയുള്ളൂ. അങ്ങനെ ഒരു പ്രവർത്തനം തന്നെ ഇപ്പം നമുക്കറിയാം. 20 വർഷമായി ശക്തമായ ഒരു ആദിവാസി മൂവ്മെൻറ്റ് ഇവിടെ ഉണ്ട്. അതിനെ എങ്ങനെയാണ് കൈകാര്യം ചെയ്ത് മുത്തങ്ങയിൽ നിന്നൊക്കെ നമുക്കറിയാമല്ലോ. മുത്തങ്ങ പോകട്ടെ, അതിനുശേഷം മാവോവാദത്തിൻ്റെ പേരിൽ അഖിലേന്ത്യാ തലത്തിൽ കോടിക്കണക്കിന് രൂപയുടെ വരുമ്പോഴും ആദിവാസി ജീവിതത്തിനൊരു മാറ്റം വരുത്താൻ ഇവർ തയ്യാറല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മാത്രമല്ല, ആദിവാസി മേഖലയ്ക്ക് വൻതോതിൽ കോർപ്പറേറ്റ് കൊള്ള അല്ലെങ്കിൽ അതുപോലുള്ള വൻ മുതലാളി വർഗ്ഗങ്ങൾ യഥാർത്ഥത്തിൽ കടന്നു കയറിക്കൊണ്ടിരിക്കുന്നു. അവരുടെ സംരക്ഷണത്തിനാണ് ഈ തണ്ടർ ബോൾട്ട് ഉൾപ്പെടെ ഇവിടെ രംഗത്ത് നിൽക്കുന്നതിലാണ് വസ്തുത. ഈ സംഭവം വളരെ വ്യക്തമാണ്. എന്താണ്, ഈ രാജ്യത്തെ പാർട്ടികളൊന്നും പിരിക്കാറില്ലേ? ഇവരൊക്കെ തന്നെ ഭീഷണിപ്പെടുത്തി തന്നെയാണ് പിരിക്കുന്നത്. അധികാരം ഉപയോഗിച്ചും അല്ലാതെയും കൊള്ളപ്പിരിവ് നടത്തിയാൽ ഇവനൊക്കെ കീശ ഉറപ്പിക്കുന്നത്. മാവോവാദി പ്രസ്ഥാനം ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണെങ്കിൽ ആളുകളോട് കാശ് ചോദിക്കും. എൻ്റെ അറിവിൽപ്പെട്ടിടത്തോളം ആദിവാസികളൊന്നും ഭീഷണിപ്പെടുത്തിയിട്ട് ഇവരാരും അങ്ങനെ കാര്യമായിട്ടൊന്നും പിരിച്ചിട്ടില്ല. എന്നാൽ ആദിവാസികൾക്ക് ഒരു സാന്നിധ്യം ഒരു പ്രശ്നം തന്നെയാണ്. അതുകൊണ്ട് പോലീസും മാവോവാദികളും കാട്ടിൽ നിറങ്ങണം എന്നാണ് ഞങ്ങളുടെ രാഷ്ട്രീയ നിലപാട്. അതുകൊണ്ട് നിൽക്കട്ടെ, ആദിവാസി മേഖലയിൽ ആദിവാസികളെയോ സാധാരണ ജനങ്ങളെയോ ഭയപ്പെടുത്തിയൊന്നും തന്നെ മാവോവാദികൾ പണപ്പിരിവ് നടത്തുന്നു എന്ന് പറയുന്ന അടിസ്ഥാനപരമായ ഒരു ആരോപണമാണെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇവിടെ റിസോർട്ടിന് മുകളിൽ പണപ്പിരിവ് ചെന്നിട്ടുണ്ട് എങ്കിൽ അവരെ ചുമ്മാ വെടിവെച്ചു എന്നല്ലാണോ ചെയ്യുന്നത്?
ഭരണകൂടത്തിന് താല്പര്യമില്ലാത്ത പാർട്ടികളെയും പ്രവർത്തകരെയൊക്കെ വെടിവെച്ച് കൊല്ലാൻ തുടങ്ങിയാൽ എന്തായിരിക്കും സ്ഥിതി? അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ RSകാരെയും കോൺഗ്രസിനെയും BJPയും CPM-കാരനെ വെടിവെച്ച് കൊല്ലണോ? ഇവരൊക്കെ ഈ കോർപ്പറേറ്റുകളിൽ നിന്ന് കൊള്ള മുതൽ വാങ്ങിച്ചിട്ടില്ലേ ഇവൻ്റെ പോക്കറ്റ് വീർപ്പിക്കുന്നത്? ഇവിടെ ജെയിംസ് സഖാവ് പറയുണ്ടായല്ലോ, ലക്ഷക്കണക്കിന് ഏക്കർ ഭൂമി ഇവിടുത്തെ പാവപ്പെട്ട ഭൂരഹിതന് കൊടുക്കാനുള്ള ഭൂമി വ്യാജ ആധാരം ഉപയോഗിച്ച് കൈവശം വെച്ചിരിക്കുന്നതാണ് ഹാരിസൺ. ഇവനൊക്കെ കരമടക്കാൻ ആരാണ്? ഇവിടുത്തെ കോടതി ഉൾപ്പെടെ അവരുടെ അറിവും സമ്മതത്തോടും കൂടി കരമടക്കാൻ വേണ്ടി മത്സരിക്കല്ലേ ഇവിടുത്തെ കലക്ടർമാർ. അതിനെല്ലാവിധ പിന്തുണയും ഇവിടുത്തെ ഇടത് വലത് പ്രസ്ഥാനങ്ങൾ ചെയ്തു കൊടുക്കുന്നു. ഈ ഭൂമി മുഴുവൻ തന്നെ ഇവിടുത്തെ ആദിവാസികൾക്ക് വിതരണം ചെയ്തിരുന്നു എങ്കിൽ, ദളിതർക്ക് വിതരണം ചെയ്തിരുന്നു, ജീവിതം മെച്ചപ്പെടുമല്ലോ. ഒരു സമഗ്രമായിട്ടുള്ളൊരു രണ്ടാം ഭൂപരിഷ്കരണത്തിലെത്തുകയും ഈ മാവോവാദത്തിനൊക്കെ രാഷ്ട്രീയമായ വലിയ പരിഹാരം കാണുമായിരുന്നല്ലോ. അത് പരിഹരിക്കാത്തതുകൊണ്ടാണ് ഇത്തരം വിപ്ലവ പ്രസ്ഥാനങ്ങളൊക്കെ തന്നെ ആയുധമെടുത്ത് വരുന്നത് എന്നുള്ളതാണ് ഒരു മറുവശം. തിരിച്ചറിയാണ് എങ്കിൽ ഞാൻ ഇടപെടുകയാണ്. ശ്രീ സുഭാഷ് ബാബു, ഇവിടെ ഇപ്പോൾ പോലീസ് പറയുന്നത് ഡിസംബർ മുതലുള്ള ഒരു പദ്ധതിയായിരുന്നു ഇത് എന്നാണ്. അത് തന്നെ എത്രമാത്രം വിശ്വാസയോഗ്യമാണ്? കാരണം ഈ ഓപ്പറേഷൻ അനാക്കൊണ്ട എന്ന പേരൊക്കെയാണ് ഇപ്പോൾ ഇവരിതിന് പറയുന്നത്. ഡിസംബർ മുതലുള്ള ഒരു പദ്ധതിയാണ് വിജയകരമായി ഇപ്പോൾ ഈ നടപടിയിലൂടെ സാർത്ഥകമായിരിക്കുന്നത് എന്നാണ് പറയുന്നത്. ഈ റിസോർട്ടുകാർ വിളിച്ച് പറഞ്ഞിട്ടാണ് ആ വിവരം തന്നെ കിട്ടുന്നത് പോലീസിന്. എന്നിട്ടാണ് ഈ ഓപ്പറേഷൻ അനാക്കൊണ്ട എന്ന് പറഞ്ഞിറങ്ങിയിരിക്കുന്നത്. എന്ന് മാത്രമല്ല, എന്തിനാണ് ഇങ്ങനൊരു വലിയ പദ്ധതിയെ പറ്റി, അതിൻ്റെ മാഹാത്മ്യത്തെ പറ്റി പറയുന്നത്? സാർ, ഈ ഫണ്ട് വരാനല്ലേ. ഇവിടെ ഇപ്പോൾ മാവോയിസ്റ്റുകളെ നേരിടാൻ ഒരു ബറ്റാലിയൻ കൂടി വേണമെന്ന് ദക്ഷിണേന്ത്യയിലെ ആഭ്യന്തരമന്ത്രിമാരുടെ യോഗത്തിൽ ഇവിടെ ആ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി പങ്കെടുത്തപ്പോൾ പറഞ്ഞു, കൂടുതൽ പണം വേണമെന്ന് പറഞ്ഞു. അന്ന് ചൂണ്ടിക്കാട്ടിയത് ഈ നിലമ്പൂർ വെടിവെപ്പായിരുന്നു. അതുകൊണ്ട് ഗൗരവതരമാണ്, ബറ്റാലിയൻ തരാം എന്ന് രാജ്നാഥ് സിംഗ് പറഞ്ഞു. പണം തരില്ല എന്നും പറഞ്ഞു. ഡൽഹിയിൽ വെച്ചുള്ളൊരു യോഗത്തിൽ മുഖ്യമന്ത്രി പങ്കെടുത്തുകൊണ്ട് പറഞ്ഞത്, കേരളത്തിലെ 5 വടക്കൻ ജില്ലകളിൽ പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ മാവോയിസ്റ്റ് പ്രവർത്തനം ഗൗരവതരമായ പ്രശ്നമായി മാറിയിട്ടുണ്ട് എന്നാണ്. അപ്പോൾ ഇങ്ങനെ 5 ജില്ലകളെ മാവോയിസ്റ്റ് ഭീഷണിയുള്ള ഒന്നായി ദേശീയ തലത്തിൽ ഉയർത്തിക്കാട്ടേണ്ടത് ആരുടെ താല്പര്യമാണ്? ഭരണകൂടത്തിൻ്റെ താല്പര്യമാണ്, തണ്ടർ ബോൾട്ടിൻ്റെ താല്പര്യമാണ്. അപ്പോൾ ഇങ്ങനെ തണ്ടർ ബോൾട്ടിൻ്റെ ഫണ്ടിൻ്റെ വരവ്, തണ്ടർ ബോൾട്ടിൻ്റെ സാമ്പത്തിക താല്പര്യം, അതിലൂടെ തന്നെ വരുന്ന അമിതമായ അധികാരം, ഇതിനൊക്കെ ഭരണകൂട സാധൂകരണം കിട്ടുകയാണ്. ഇതിനൊക്കെ വേണ്ടത് ഈ പറയുന്ന മാവോയിസ്റ്റ് ആക്രമണം വ്യാപകമായിരിക്കുന്നു 5 ജില്ലകളിൽ എന്ന പ്രതീതിയാണ്. ഇതല്ലേ സാർ ഇപ്പോൾ ഈ പറയുന്ന വൈത്തിരിയിലെ ഏറ്റുമുട്ടലിലേക്കും എത്തിക്കുന്നത് കാര്യങ്ങളെ? ഒരാളെ കൊന്നു, അതൊരു മഹത്വമായി ഉയർത്തിക്കാട്ടി, ഇനി കൂടുതൽ ബറ്റാലിയൻ, കൂടുതൽ പണം, ഈ ആവശ്യത്തിലേക്ക് എത്തുകയാണ് ഈ സംവിധാനങ്ങൾ ആകെ. അതെ, സ്വാഭാവികമായിട്ട് പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും പ്രശ്നങ്ങളുണ്ട് എന്നുള്ള കാര്യം ആധികാരികമായിട്ട് കേന്ദ്ര സർക്കാരിനെ ബോധ്യപ്പെടുത്തിയാൽ മാത്രമേ കൂടുതൽ പണം ഇതേമാതിരിയുള്ള ഭീകരവാദ പ്രവർത്തനത്തിനെ നേരിടാൻ വേണ്ടി ലഭിക്കുകയുള്ളൂ. അത് സത്യമാണ്. പക്ഷേ ഇവിടെ തണ്ടർ ബോൾട്ടിനുള്ള പൈസ നിർബന്ധമായിട്ടും കേന്ദ്ര പദ്ധതിയുടെ ഭാഗമായിട്ട് ഇവർക്ക് കിട്ടുന്നുണ്ട്. അതിനകത്ത് ഒരുപാട് പർച്ചേസ്, പല കാര്യങ്ങളും, അതിന് വ്യക്തിപരമായ ഒരുപാട് താല്പര്യങ്ങളുണ്ടാവില്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഇവിടെ ഡിസംബർ മുതൽ ഈ ഒരു ഓപ്പറേഷൻ വരാനുള്ള കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആദിവാസി കോളനിയിൽ പലത്തും ചെന്ന് ഭക്ഷണം ആവശ്യപ്പെടുന്നു. ഈ ഒരു പ്രദേശത്ത് വളരെ കൂടുതൽ പ്രാവശ്യം ഇവരുടെ സാന്നിധ്യമുണ്ട് എന്ന് പോലീസിന് അറിയാമായിരുന്നു. പക്ഷേ പോലീസ് കുറച്ചും കൂടെ ഫലപ്രദമായിട്ട് ഈ ഉൾപ്രദേശങ്ങളിലേക്ക് കയറി രാത്രികാലങ്ങളിൽ ഉൾപ്പെടെ ഫലപ്രദമായ അന്വേഷണവും അതനുസരിച്ചൊരു നിരീക്ഷണവും വെച്ചിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഇവരിവിടെ നിന്ന് ഒഴിഞ്ഞു പോകും. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവരെപ്പോഴെങ്കിലും ചെയ്യുന്നുണ്ടാവും. പക്ഷേ വളരെ ശക്തമായ രീതിയിൽ പോലീസ് സാന്നിധ്യം കൊണ്ട് ഇടപെട്ടിരുന്നു എങ്കിൽ ഇവരുടെ സാന്നിധ്യം അവിടെ നിന്ന് പോവുകയും ഇതേമാതിരി ഒരു ആക്രമണം അവിടെ ഉണ്ടാകുകയും ചെയ്യില്ല. 4 മാസമായിട്ട് അവരെ ഒഴിച്ചുവിടാൻ പറ്റുന്ന രീതിയിലുള്ള പ്രവർത്തനം പോലീസിന് ചെയ്യാൻ സാധിച്ചില്ല എന്നുള്ള ഒരു പരാധീനത തീർച്ചയായിട്ടും പോലീസിൻ്റെ പേരിൽ ഉണ്ടാകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ പോലീസിൻ്റെ സാന്നിധ്യമുണ്ടായിരുന്നു. പക്ഷേ അവർ വളരെ ക്രിയാത്മകമായിട്ട് വളരെ ശക്തമായിട്ട് അവിടുത്തെ പ്രവർത്തനത്തിലൂടെയുള്ള ഇവരുടെ സാന്നിധ്യത്തെ ഒഴിവാക്കാൻ, ഇവരുടെ പ്രവർത്തനത്തെ ലഘൂകരിക്കാനോ അല്ലെങ്കിൽ ഇല്ലായ്മ ചെയ്യാനോ സാധിച്ചില്ല എന്നുള്ള ഒരു പരാജയം, അല്ലെങ്കിൽ ഒരു ദൂഷ്യ സാഹചര്യം പോലീസിനുണ്ട് എന്ന് സമ്മതിക്കാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ ഒരു ആക്രമണം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ള അവർക്ക് നേരത്തെ അറിയാം. കാരണം എന്താ പറയുക, അവിടെ ഒരു ഔട്ട് പോസ്റ്റ് നിർബന്ധമായിട്ട് ഇട്ടിരിക്കുന്നു തണ്ടർ ബോൾട്ടിൻ്റെ. അതിട്ടത് കൊണ്ട് പോലീസ് വൃത്തങ്ങൾ പറയുന്നത് പ്രത്യാക്രമണത്തിന് സാധ്യതയുണ്ട് എന്നാണ്. അപ്പോൾ ഇതിന്റെ ഭാഗമായി കൂടുതൽ സുരക്ഷ എന്ന് ഇവർ പറയും, പക്ഷെ കൂടുതൽ റെയ്ഡുകൾ,
അതും ആദിവാസി കോളനികൾ, വീടുകൾ കേന്ദ്രീകരിച്ചായിരിക്കും പരിശോധന എന്ന ഓമന പേരിടുന്ന റെയ്ഡുകൾ. ഇതൊക്കെയാണ് ഇന്ന് നടക്കാൻ പോകുന്നത്. അപ്പോൾ ഇങ്ങനൊരു പ്രത്യാക്രമണത്തിൻ്റെ സാധ്യത താങ്കൾ കാണുന്നുണ്ടോ? ഈ പരിശോധന എന്ന പേരിലുള്ള പോലീസ് പീഡനങ്ങൾ അല്ലെങ്കിൽ പോലീസിൻ്റെ ഈ പറയുന്ന അമിതാധികാര പ്രവണത അതിലേക്കുള്ള വഴി ആകും ഈ സംഭവങ്ങളെന്ന് കരുതുന്നുണ്ടോ? ഇല്ല, അങ്ങനെ ഉണ്ടെങ്കിൽ നിലമ്പൂർ വെടിവെപ്പിന് ശേഷം അതുണ്ടാകണമല്ലോ. അതുണ്ടാകാൻ മാത്രം ശക്തിയില്ല. മിസ്റ്റർ റഷീദ് നേരത്തെ പറഞ്ഞിരുന്നു, അവർക്ക് അതിനുള്ള ശക്തിയില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. കാരണം അങ്ങനെ ശക്തി ഉണ്ടായിരുന്നെങ്കിൽ അവർ ഇതൊന്നും മിണ്ടാതിരിക്കുന്ന ആളുകളൊന്നുമല്ല. അതിന് റിയാക്ട് ചെയ്യാൻ, വളരെ ശക്തമായി റിയാക്ട് ചെയ്യാനുള്ള ഒരു സിദ്ധാന്തത്തിൻ്റെ ഉടമകളാണ് അവർ. പക്ഷെ അതുകൊണ്ട് പോലീസിനെ തന്നെ അറിയാം, ഇപ്പോൾ ഇവർക്ക് അത്ര വലിയ ശക്തിയൊന്നുമില്ല. പക്ഷേ രാത്രി കാലങ്ങളിൽ പ്രത്യേകിച്ച് അവർക്ക് അല്പമായിട്ടുള്ള ആയുധശേഷിയൊക്കെ ഉണ്ട്. ആ ശേഷി വെച്ച് കഴിഞ്ഞാൽ അവരുടെ സേനയിലെ ആളുകൾക്ക് ജീവഹാനി സംഭവിക്കുമെന്നുള്ള ഭീതിയുടെ പേരിൽ നമ്മുടെ സ്വയരക്ഷാവകാശം എന്ന് പറയുന്ന പ്രത്യേകിച്ച് പോലീസ് ഉദ്യോഗസ്ഥനായാലും ഉപയോഗിക്കാൻ സാധിക്കും. അതിൻ്റെ ഭാഗമായിട്ട് ആക്രമിക്കുമ്പോൾ പ്രത്യാക്രമണം നടത്തി എന്നുള്ളതല്ലാണ്ട് എൻകൗണ്ടർ എന്ന് പറയുന്നത് സാധാരണ എന്താ പറയുക, പോലീസ് അങ്ങോട്ട് ചെന്നതിന് ശേഷം ആക്രമിക്കാനോ അല്ലെങ്കിൽ പോലീസിൻ്റെ സാന്നിധ്യം കൊണ്ട് പോലീസ് നടപടിയെടുക്കുമ്പോൾ ആക്രമിക്കപ്പെടുകയും തിരിച്ചാക്രമിക്കുകയാണ്. ഇവിടെ അതല്ല, അവരിങ്ങോട്ട് ആക്രമിച്ചതിന് ശേഷം പോലീസ് അങ്ങോട്ട് വെടിവെക്കാതിരിക്കാൻ പറ്റില്ല, പ്രത്യേകിച്ച് ആ സാഹചര്യം കൊണ്ട് എന്നുള്ളത് ബോധ്യപ്പെടുത്താനുള്ള ഉത്തരവാദിത്തം പോലീസിനുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് പോലീസ് ഇപ്പം ഇൻക്വസ്റ്റ്, പോസ്റ്റ്മോർട്ടം ഒക്കെ കഴിഞ്ഞതിന് ശേഷം അതിനൊരു അന്വേഷണം നടത്തും. താഴെയൊന്നുമല്ല വെടിവെച്ചിരിക്കുന്നത്, തലയ്ക്ക് തന്നെയാണ് വെടി. ഇല്ലാതാക്കാൻ തന്നെയായിരുന്നു തീരുമാനം. ഞാൻ ഇടവേളയിലേക്ക് പോകാൻ തിരികെ എത്താം. സൂപ്പർ പ്രൈമിൻ്റെയും അവസാന ഘട്ടത്തിലേക്ക് ശ്രീ PJ ജെയിംസ്, ഇവിടെ ഇപ്പോൾ സർക്കാർ പറഞ്ഞിരിക്കുന്നത് സുപ്രീം കോടതി ഉത്തരവ് പ്രകാരമുള്ള തുടർ നടപടികളിലേക്ക് കടന്നിരിക്കുന്നു എന്നാണ്. അതായത് മജിസ്റ്റീരിയൽ അന്വേഷണവും ഈ പറയുന്ന ക്രൈംബ്രാഞ്ച് അന്വേഷണവും. ഇത് തൃപ്തികരമാകുമോ ഇതിൻ്റെ ദുരൂഹത പുറത്തു കൊണ്ടുവരുന്ന കാര്യത്തിൽ? ഒരിക്കലും തൃപ്തികരമാകില്ല. കാരണം ഇപ്പോൾ ഇത് സർക്കാർ തന്നെ ഈ നടത്തുന്ന ഒരു ഏറ്റുമുട്ടൽ അല്ലെങ്കിൽ ഈ കൊടും ക്രൂരകൃത്യം നിയമം കയ്യിലെടുക്കുന്ന ഭരണകൂടം തന്നെ നിയമത്തെ ലംഘിക്കുകയാണ്. അപ്പോൾ അതിനെതിരായിട്ടൊരു മജിസ്റ്റീരിയൽ എൻക്വയറി നടത്തിയുകൊണ്ടോ സർക്കാരിൻ്റെ സംവിധാനങ്ങൾ എൻക്വയറി നടത്തിയതുകൊണ്ടോ പരിഹരിക്കില്ല. ജനപക്ഷത്ത് നിൽക്കുന്ന ജനാധിപത്യ അവകാശത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന OPDR പോലെയുള്ള സംഘടനകൾ ഈ കാര്യത്തെ സംബന്ധിച്ച് വസ്തുതാപരമായ അന്വേഷണം നടത്തി ഈ കാര്യങ്ങൾ പുറത്തു കൊണ്ടുവരികയും ഇത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇതുപോലെയുള്ള കാരണം കേരളത്തിൽ ഇത് വളരെ പുതിയൊരു സംഭവമാണ്. മറ്റ് സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ ഛത്തീസ്ഗഡിലും ജാർഖണ്ഡിലും ഒക്കെ തന്നെ നമ്മൾ കേൾക്കുന്ന, ഇപ്പോൾ സുപ്രീം കോടതി തന്നെ ഇപ്പോൾ മണിപ്പൂരിലും ഉത്തർപ്രദേശിലും നടന്ന ഏറ്റുമുട്ടൽ കൊലപാതകങ്ങളെ സംബന്ധിച്ചാണ് സുപ്രീം കോടതി അടുത്ത കാലത്ത് വളരെ ഗൗരവതരമായ ഇടപെടലുകൾ നടന്നിട്ടുണ്ട്. അപ്പോൾ അത്തരം ഒരു അവസ്ഥ കേരളത്തിലില്ല. ഇപ്പോൾ ഇവിടെ ചർച്ചയിൽ പങ്കെടുത്ത സുഹൃത്തുക്കളെല്ലാവരും തന്നെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഈ കേരളത്തിൽ അങ്ങനെ ഒരു ഏറ്റുമുട്ടൽ നടത്തേണ്ട, ഇങ്ങനെയൊരു തണ്ടർ ബോൾട്ടിൻ്റെ തരത്തിലുള്ള അത്തരം ഒരു സാധ്യതയില്ലാത്ത കേരളത്തെ നിക്ഷേപ സൗഹൃദമാക്കാൻ വേണ്ടി, അങ്ങനെ നിക്ഷേപ സൗഹൃദമാക്കുന്നതിൻ്റെ ഭാഗമായി കോർപ്പറേറ്റുകൾക്ക് രാജപാത ഒരുക്കുന്നതിൻ്റെ ഭാഗമായി ഉയർന്നു വരുന്ന ജനകീയ പ്രസ്ഥാനങ്ങളെയും ജനകീയ സമരങ്ങളെയും ഭയപ്പെടുത്തി അടിച്ചൊതുക്കുക എന്നുള്ള ഫാസിസ്റ്റ് തന്ത്രമാണ് ഇതിൻ്റെ പിന്നിൽ. അപ്പോൾ ഇതേ സംബന്ധിച്ച് വളരെ കൃത്യമായ അന്വേഷണം നടത്താനും ഇതേ സംബന്ധിച്ച് വസ്തുതകൾ പുറത്തു കൊണ്ടുവരുവാനും ഇതിൻ്റെ ബന്ധപ്പെട്ട കുറ്റവാളികളെ പുറത്തു കൊണ്ടുവരുന്നതിനും ഈ ജനാധിപത്യ അവകാശത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന സംഘടനകൾ മുന്നോട്ട് വരണം. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഇടപെടലിൻ്റെ ഭാഗമായി മാത്രമേ നമുക്ക് ഈ പ്രശ്നത്തെ ജനസമക്ഷം കൊണ്ടുവരാൻ കഴിയൂ. സർക്കാരിൻ്റെ സംവിധാനങ്ങൾക്ക് ഇത് പരിഹരിക്കാൻ കഴിയില്ല. സർക്കാരിൻ്റെ സംവിധാനങ്ങളുടെ അന്വേഷണത്തിന് യാതൊരു വിശ്വാസ്യതയില്ല എന്നാണ് എനിക്ക് ഈ കാര്യത്തിൽ ചൂണ്ടിക്കാണിക്കാനുള്ളത്. അവസാനമായി ശ്രീ അതുകൊണ്ട് റഷീദ്, ഈ കാര്യത്തെ സംബന്ധിച്ച് ശ്രീ റഷീദ്, ഇവിടെ ഇപ്പം നിങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത് സുപ്രീം കോടതിയുടെ മാർഗനിർദ്ദേശമാണ്. അതുപ്രകാരം തന്നെയാണ് സർക്കാർ പറയുന്നത് മജിസ്റ്റീരിയൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം. അതിലേക്ക് പോയിട്ട് എന്തെങ്കിലും കാര്യമുണ്ടാകുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? കോടതിയെ സമീപിക്കുമോ? ഇനി ഇതിലെ അടിസ്ഥാന പ്രശ്നം എന്ന് പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട് സംഭവിക്കാൻ പോകുന്ന മറ്റു മനുഷ്യാവകാശ പ്രശ്നങ്ങളാണ്. ഇപ്പോൾ മുൻപ് ഒരു രജീഷ് എന്ന് പറയുന്ന വ്യക്തിക്ക് എതിരെ രജീഷ് കൊല്ലക്കണ്ടി UAPA ചുമത്തി, അയാളെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. അപ്പോൾ അത്തരം നടപടികളിലേക്ക് പോകും. ഇതിൻ്റെ സുതാര്യത ആവശ്യപ്പെട്ടുകൊണ്ട് ഇറങ്ങി പുറപ്പെടുന്നവർക്ക് നേരിടേണ്ടി വരുന്ന ദുരനുഭവങ്ങൾ ഉണ്ടാകും. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ മുന്നിൽ കാണുന്നുണ്ടോ? തീർച്ചയായിട്ടും
ഇപ്പോൾ യഥാർത്ഥത്തിൽ സർക്കാരിന് ഈ കാര്യത്തിൽ സത്യസന്ധമായൊരു സമീപനം ഉണ്ടായിരുന്നുവെങ്കിൽ അവരാദ്യം തന്നെ ചെയ്യേണ്ടിയിരുന്നത് ഈ കാര്യം കൈകാര്യം ചെയ്യുന്ന തണ്ടർ ബോൾട്ടിനെ പിരിച്ചുവിടുക എന്നുള്ള നടപടിയിലേക്ക് കടക്കുകയാണ് ചെയ്തത്. തണ്ടർ ബോൾട്ടിനെ തളയ്ക്കല്ല, തണ്ടർ ബോൾട്ടിനെ തിരിച്ചുവിടുക. അതിനവർ സന്നദ്ധമല്ല. തണ്ടർ ബോൾട്ടിനെ ന്യായീകരിച്ചുകൊണ്ട് ഈ ദൃശ്യം പുറത്തു വന്നിട്ടുണ്ട്, ഒരു ഫോട്ടോയും പുറത്തു വന്നിട്ടുണ്ട്. ആ റിസോർട്ടിന്റെ സ്വഭാവം വെച്ച് എന്തായാലും ആ റിസപ്ഷനിൽ മാത്രമല്ലല്ലോ CCTV ഉള്ളത്, മറ്റു പല സ്ഥലങ്ങളിലും ഉണ്ടാകും. അതിന്റെയൊക്കെ ദൃശ്യങ്ങൾ പുറത്തു വരുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? വരില്ല. കാരണം ഇവർ ഈ പറയുന്ന കഥയോട് ചേരുന്നതാണോ അല്ലയോ എന്ന കാര്യത്തിൽ റഷീദ് തന്നെ പറഞ്ഞല്ലോ, അവിടെ ഭിത്തികളിൽ ഈ പറയുന്ന വെടിയുണ്ടയുടെ പാടുണ്ട്, അത് പുറത്തു നിന്നുള്ള ആക്രമണത്തിന്റെ മാത്രമാണ് എന്ന്. ശരിയല്ലേ? അതെ 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 പറഞ്ഞോളൂ റഷീദ്. അതെ അതെ. അപ്പോൾ പ്രശ്നമെന്ന് പറയുന്നത് സർക്കാർ ഇത് കൈകാര്യം ചെയ്യും എന്നുള്ള വിശ്വാസമൊന്നുമില്ല. പക്ഷേ കേരളത്തിലെ ജനാധിപത്യ സമൂഹം വളരെ പതുക്കെയാണെങ്കിലും ഈ വിഷയത്തിൽ ഉയർന്ന് പ്രതികരിച്ച് പുറത്തു വരും. പിന്നെ രജീഷ് കൊല്ലങ്കണ്ടിക്കെതിരെ UAPA ചമർത്തി അതിശക്തമായിട്ടുള്ള എതിർപ്പുണ്ടാകുകയും അവസാനം UAPA പിൻവലിക്കേണ്ടി വന്നിട്ടുണ്ട്. അയാൾക്ക് ജാമ്യം കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. അയാളെ സർവീസിൽ തിരിച്ചു കയറിയിട്ടുണ്ട്. തീർച്ചയായിട്ടും പ്രതിഷേധങ്ങൾ ഉയർന്നു വരുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പിന്നെ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്ന ഇത്തരം സമീപനങ്ങൾ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ഞങ്ങളൊക്കെ ഞങ്ങളുടെ പൊതുജീവിതത്തിൻ്റെ ഭാഗമായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അത് തുടർന്നും പോലീസ് കുറേ കൂടി ശക്തമാക്കും. ഇതിൻ്റെ വിഷയമെന്ന് പറയുന്നത് ഇവിടുത്തെ മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഏതെങ്കിലും ഒരു ജനാധിപത്യ പ്രസ്ഥാനത്തിൻ്റെയോ അല്ലെങ്കിൽ ഗോത്രമഹാസഭ പോലുള്ള പ്രസ്ഥാനങ്ങളുടെയോ ഒരു പ്രശ്നമല്ല ഇത് എന്ന് ഈ ബാധിക്കുന്നൊരു പ്രശ്നമായിട്ടല്ല, റെഡ് സ്റ്റാറിനെയൊക്കെ ബാധിക്കുന്നൊരു പ്രശ്നമായിട്ടല്ല നിൽക്കുന്നത്. കാരണം കഴിഞ്ഞ കുറേ കാലമായിട്ട് ഇവിടുത്തെ ജനകീയ പ്രസ്ഥാനങ്ങളെ മുഴുവൻ കൈകാര്യം ചെയ്തിട്ടുള്ളത് കേസിലൂടെയാണ്. DHRMനെ പോലീസ് ഭീകരതയിലൂടെയാണ് ഒതുക്കി കഴിഞ്ഞത്. ഈ ഗോത്രമഹാസഭ ഗീതാനന്ദൻ തന്നെ ഈ എല്ലാ സമയത്തും കൽപ്പറ്റ കോടതിയിൽ കാണും. അങ്ങനെ ഇവിടുത്തെ എല്ലാ തരത്തിലുള്ള പോരാട്ടം എന്ന പ്രസ്ഥാനത്തെ ഈ ജനകീയ എല്ലാ പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിലേക്ക് പോകുന്നു എന്നാണ് സർക്കാർ പറയുന്നത്. ഇനി അടുത്തതായിട്ടുള്ള നടപടികൾ എന്ന് പറയുന്നത് പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കിയതിനു ശേഷം ഈ പറയുന്ന മൃതദേഹം സംസ്കരിക്കലാണ്. അതിലെന്തൊക്കെ നടപടികൾ ഉണ്ടാകുമെന്നത് കാത്തിരുന്ന് കാണേണ്ടതുണ്ട്. കാരണം എല്ലാവർക്കും മുൻപൊരു ചിത്രം ഓർമ്മയിലുണ്ടാകും. ഈ പറയുന്ന കുപ്പു ദേവരാജിൻ്റെ സഹോദരൻ ശ്രീധരൻ്റെ കോളറിൽ പോലീസുകാരൻ പിടിച്ച് ആക്രോശിക്കുന്ന ചിത്രം. ഇവിടെ ഈ പറയുന്ന മറവ് ചെയ്യൽ നടപടികൾ വൈകുന്നു, അത് വേഗത്തിലാക്കണം എന്ന്. അത്തരം കലാപരിപാടികൾ ഉണ്ടാകുമോ എന്നതും കാത്തിരുന്ന് കാണാം. വളരെയധികം നന്ദി. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും. സൂപ്പർ പ്രൈം ടൈം അവസാനിക്കുന്നു.